സ്കൂളിലെ ക്ലാസ് മുറിയിൽ ചെല്ലുമ്പോൾ ഓരോ കുഞ്ഞിലും ഞാൻ ഷഹബാസിനെ കാണുന്നു. ഓരോ അധ്യാപകൻ്റെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കുട്ടികളോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു 10 സെക്കൻഡ് കണ്ണടച്ചിരിക്കൂ. കണ്ണടച്ചിരുന്ന് അവരോട് ഞാൻ കാണാൻ പറഞ്ഞത് അവരേറ്റവും അവസാനം കണ്ട ഫിലിമിലെ ഇടിരംഗങ്ങളോ അല്ലെങ്കിൽ വയലൻസുകളോ ആണ്. ഓരോ കുട്ടിയും കണ്ണടച്ച് ആ വയലൻസ് കാണുമ്പോൾ തന്നെ അവരുടെ മുഖഭാവങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ടോ എന്നെനിക്ക് തോന്നി. മക്കളെ, ഇതൊന്നും കാണരുത് എന്നവരെ ഉപദേശിച്ചുകൊണ്ട് എനിക്ക് അവരോട് പറയാൻ തോന്നിയൊരു കാര്യം, മനുഷ്യൻ്റെ തലച്ചോറിനൊരു പ്രത്യേകതയുണ്ട്. മനുഷ്യൻ്റെ തലച്ചോർ ഇത്തരം കാര്യങ്ങളെ ഇമേജായി സൂക്ഷിക്കുകയും എന്നിട്ട് അതിൻ്റെ ഒരു സന്ദർഭം തെളിയുമ്പോൾ ആ സന്ദർഭത്തിൽ അത്തരമൊരു കാര്യം നിർദ്ദേശിക്കുകയും ചെയ്യും. താമരശ്ശേരിയിലും സംഭവിച്ചത് അതുതന്നെയാണ്. ലൈറ്റുകളൊക്കെ അണഞ്ഞപ്പോൾ, തിക്കും തിരക്കും വന്നപ്പോൾ, ഒന്നും തള്ളും വന്നപ്പോൾ, നേരത്തെ എവിടെയോ രൂപപ്പെട്ടിരുന്ന ഒരുതരം ഗ്രൂപ്പിസം, ആ ഗ്രൂപ്പിസത്തിലെ ഇത്തരം വയലൻസുകളും ഇത്തരം ക്രൈമുകളും ഹൊറർ ഫിലിമുകളും ഫ്രീ ഫയർ ഗെയിമുകളുമൊക്കെ കളിക്കുന്ന ഏതോ കുട്ടിയുടെ തലയിൽ അതിഭീകരമായ ഒരു പ്ലാൻ രൂപപ്പെടുകയും അത് നടപ്പിലാക്കപ്പെടുകയുമാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുമ്പിൽ നിസ്സഹായരായി നോക്കി നിൽക്കലാണോ നമ്മുടെ ഉത്തരവാദിത്തം? അല്ല, ഓരോ വീട്ടിൽ നിന്നും ആരംഭിക്കണം, ഓരോ കുഞ്ഞിൽ നിന്നും ആരംഭിക്കണം. അതിന് മാതാപിതാക്കൾക്ക് വ്യക്തമായ ധാരണ വേണം. മക്കളെ എങ്ങനെ വളർത്തണം, എങ്ങനെ വളർത്തിക്കൂടാ. ആ ഒരു പദ്ധതി ശരിയാം വിധം കഴിഞ്ഞ 8 വർഷമായി ഭംഗിയായി സമൂഹത്തെ പഠിപ്പിക്കുന്ന സംരംഭമാണ് പീസ് റേഡിയോ. ഇപ്പോൾ ടീച്ചേഴ്സിന് വേണ്ടി കുട്ടികളെ എങ്ങനെ ഒരുക്കണമെന്നതും ഒരു കോഴ്സിലൂടെ പീസ് റേഡിയോ കൊടുക്കാനിരിക്കുന്ന ഘട്ടമാണ്. ഇങ്ങനെ ഒരുപാട് പദ്ധതികൾ നമുക്കുണ്ട്. ആ പദ്ധതികളൊക്കെ സമൂഹത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി വേണ്ടതാണ് സാമ്പത്തികം. ആ സാമ്പത്തിക ശേഖരണത്തിൻ്റെ ഘട്ടമാണ് റമളാൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നല്ല തുക പിരിച്ചെടുത്തിട്ടുണ്ട്. ഓരോരുത്തരും അവരുടെ കുഞ്ഞു കുഞ്ഞു സംഭാവനകളാണ് നൽകിയത്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഒരു സംഭാവന നൽകുക. പീസ് റേഡിയോ ആപ്പ് തുറന്നാൽ അതിൽ ഡൊണേറ്റ് ബട്ടൺ ഉണ്ട്. അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോക്ക് താഴെയുണ്ട്. നിങ്ങളൊക്കെ സാമ്പത്തിക കാര്യങ്ങളിൽ സഹകരിക്കണം. കാരണം നമുക്ക് പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നാൽ പോരാ, പരിഹാരങ്ങളും ഉണ്ടാക്കേണ്ടതുണ്ട്. ആ പരിഹാരങ്ങളാണ് പീസ് റേഡിയോ ശരിയാം വിധം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്.